ജയസൂര്യ വെച്ചിട്ട് അടുത്തൊരു പ്രൊജക്ട് ഓൾറെഡി എഗ്രിമെന്റ് ചെയ്ത് അഡ്വാൻസ് ചെയ്തു, അതൊക്കെ റെഡി ആയിട്ട് മൂവ് ചെയ്യാനിരിക്കുമ്പോഴാണ് നമ്മൾ 2 മാസം പ്രീ പ്രൊഡക്ഷനും ചെയ്തു. പ്രശ്നം നടക്കുന്നത് സെക്കൻഡ് കോവിഡിന്റെ സമയത്ത് പബ്ലിക് പ്ലേസിൽ സംഭവിക്കുന്നതായിട്ടാണ് കഥ. അവിടെ പെർമിഷൻ കിട്ടില്ല ആ സമയത്ത്. എല്ലാവരും ഭയങ്കര ഡിപ്രസ്ഡ് ആയി. നമുക്ക് മറ്റൊരു പരിപാടി ഈ കോവിഡ് കാലത്തിനൊപ്പം ചെയ്യാവുന്ന ഒരു ഫിലിം നമുക്ക് ചെയ്യാം. വലിയ ആർട്ടിസ്റ്റുകളൊന്നും അല്ലാതെ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ഒരു പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ബട്ടർഫ്ലൈകൾ 85ലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പൊ സെയിം ക്രൂവിനെ തന്നെ നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. സിനിമയ്ക്ക് 48 അവാർഡ്സോളം നാഷണലി ഇന്റർനാഷണലി നമുക്ക് കിട്ടി. സോ കോൾഡ് നമ്മളുടെ ആർട്ട് ഹൗസ് മൂവി ഒന്നും അല്ല. ഈ ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയ, സോഷ്യൽ മീഡിയ ഐഡന്റിറ്റിയിലാണ് ഇന്ന് മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. സിനിമ ബേസിക്കലി മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് ഫിലിമാണ്. സിനിമയുടെ ഏറ്റവും ഒടുവിൽ ബട്ടർഫ്ലൈ ഗേൾ 85 എന്നുള്ളത് മാറ്റി അവളുടെ സ്വന്തം പേര് ചേർക്കുന്നുണ്ട്. വേറൊരു തരം വാല്യൂ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ സിനിമ അവാർഡ് ആയി മാറിയത്. സിനിമയിൽ തന്നെ 3 പാട്ടുകളുണ്ട്. നമുക്കൊരു ആർട്ട് ഹൗസ് സിനിമയിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല.